ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ കൊണാമി ഇന്നലെ നമ്മുടെ ഗെയിമിൽ പുതിയൊരു പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതേ നമ്മുടെ കോൺട്രാക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുക നമ്മുടെ യൂറോപ്യൻ ഗാർഡിയൻസ് എന്ന പേരിലൊരു പാക്കാണ്. സോ അതിൽ നമ്മളുടെ വിയേര ഉണ്ട്, അതുപോലെ തന്നെ കഫും ഉണ്ട്. പിന്നെ പുതിയ വന്നിരിക്കുന്ന എപ്പിക്കാണ് ഡെസേലി പറയും. സോ ആളും അടിപൊളിയാണ്. ഡെസേലി കിടിലൊരു പ്ലെയറിനാണ്, ചെൽസിയുടെ ഫ്രാൻസ് സെൻറ്റർ ബാക്കാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് ഫോർട്രസ് പ്ലസ് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലിലാണ്. അതുപോലെ തന്നെ നമ്മുടെ വിയേര വന്നിരിക്കുന്നത് ഫോർട്രസ് പ്ലസ് ഫിനോമൽ പാസ് പറഞ്ഞ സ്കില്ലാണ്. അതുപോലെ നമ്മുടെ കഫ് വന്നിരിക്കുന്നത് എഡ്ജർ ക്രോസിംഗ് എന്ന സ്കില്ലിലാണ് കേട്ടോ. അപ്പോൾ 3 പേര് കിടിലാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതിലാൾക്ക് ഓൾറെഡി നമ്മുടെ കഫൂന് അടിച്ചിട്ടുണ്ട്. ബട്ട് ആൾക്ക് ഇതിൽ വേണ്ടത് വിയേരും അതുപോലെ തന്നെ ഡെസൈലിയാണ്. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് നമുക്കിതിൽ ആരെ കിട്ടുമെന്ന്. അപ്പോൾ കുറച്ച് ടാസ്ക് തന്നെയാണ്. ബട്ട് 6000 കോയിനുണ്ട്, എന്തായാലും എടുത്തു കൊടുക്കാൻ പറ്റും പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ ഇറക്കിയ 3000 കോയിന് ബ്ലാക്ക് അടിച്ചു, അതുപോലെ തന്നെ വേറൊരാൾക്ക് ടാർഗറ്റ് അടിച്ചു. സോ സെറ്റ് തന്നെ ആയിരുന്നു അതൊക്കെ. സോ ഡിസ്ട്രോയർ ആണ് കേട്ടോ നമ്മുടെ ഡെസൈലിയുടെ പ്ലേ സ്റ്റൈല്. അപ്പോൾ ആൾ നൈസാണ്, കിടിലൻ കാർഡാണ്. പുതിയ കാർഡ് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സ്റ്റാറ്റ്സ് വരുന്നുണ്ട് ആളുടെ. ഡിഫൻസീവ് അവയർനെസ് ആയിക്കോട്ടെ, ടാക്ലിംഗ് ആയിട്ട് അഗ്രഷൻ ആയിക്കോട്ടെ, എല്ലാം ഒരു 98, 100, 102 ആ ലെവലിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അത്രയും കിടിലൊരു ഡിഫൻഡർ നമ്മുടെ ഡെസൈലി. എനിക്ക് റിയൽ ലൈഫിൽ അധികം പരിചയമില്ല കേട്ടോ ഈ ചങ്ങായിനെ. അപ്പോൾ ആൾ പെട്ടെന്ന് ഇത് ആരാന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ആദ്യം വെച്ച് ഫ്രാൻസിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ തിയറി ഹെൻറി ആവുന്നതാണ്, പ്രത്യേകിച്ച് ആഴ്സണലിൽ ക്യാമ്പയിനൊക്കെ ഇപ്പോൾ നടക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഡെസൈലി പറഞ്ഞ പ്ലെയറാണ് വന്നിരിക്കുന്നത്. സ്പീഡ് ആക്സലേഷനൊക്കെ അത്യാവശ്യം അടിച്ച് കയറും. ഇപ്പോൾ എന്തായാലും ടോപ്പിനാണ്, സ്കില്ലും അതിനനുസരിച്ച് തന്നെ ഉണ്ട് കേട്ടോ. ആൾക്ക് ഏരിയൽ ഫോർട്ട് പ്ലസ് ഫോർസസ് രണ്ടും ഡിഫെൻസീവ് ഏരിയയിൽ വേണ്ട സ്കിൽസാണ്. അപ്പോൾ അത് പക്കയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ വിയേര, ഈ 2 കാർഡാണ് വേണ്ടത്. വിയേര ഇത് ഡിസ്ട്രോയർ കാർഡ് തന്നെയാണ്, 2 ഡിസ്ട്രോയേഴ്സ് തന്നെയാണ്. വിയേര ഒന്നുകൂടി നല്ല ആങ്കർമാൻ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ വിയേരുടെ കാർഡ് ഏതൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം കിട്ടോ ഇല്ലേ എന്ന്. ഡെസേലി മുത്തപ്പ സാധനം കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. 900 കൊടുത്തിട്ടുണ്ട് ഗൈസ്, അടിക്കാൻ നോക്കി നോക്കാം കേട്ടോ. ബ്ലാക്ക്, ഓ അപ്പോൾ ഫസ്റ്റ് ട്രൈ തന്നെ എപ്പിക്കാണ്. ബ്ലാക്ക് ആണോ എന്ന് എനിക്കറിയില്ല, ബ്ലാക്ക് ആവാൻ ചാൻസ് കുറവാണ്. അല്ല, ബ്ലാക്ക് അല്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഇത് ഡെസൈലി അല്ലെങ്കിൽ വിയേര. ആൾ പറഞ്ഞു എന്തായാലും 2 പേരും എടുക്കണതായിരിക്കും നല്ലത് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ട്രൈ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്, കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ. അപ്പോൾ ചെങ്ങായി ഞെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡെസൈലി. അപ്പോൾ പുതിയ സെൻറ്റർ ബാക്കായ ഡെസൈലിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയില്ല, ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് നമ്മുടെ ചെക്കനെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചെൽസിയുടെ ഡിഫൻഡർ ഡെസൈലി. സോ മാർക്കൽ ഡെസൈലി എന്നാണുള്ള പേര്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു ചങ്ങാനും കിട്ടിയിട്ടുണ്ട്. സോ ഡെസൈലിന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചങ്ങായി അത്യാവശ്യം എങ്ങൊക്കെ കേട്ടോ. എങ്ങല്ല, 32 വയസ്സുണ്ട്, സോറി. അപ്പോൾ ഫസ്റ്റ് ട്രൈ നമുക്ക് ഡെസൈലിന് കിട്ടിയിരിക്കുകയാണ്. പൊളിച്ചു ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ആ വിയേരനെയും കൂടി എടുക്കണം. വിയേരനോട് എടുത്താൽ ഈ പാക്ക് ഓപ്പണിങ് കളറായി എന്ന് പറയാം. പിന്നെ നമുക്ക് വിയേര, മെയിനായിട്ട് വിയേരയാണ് വേണ്ടത് ഗൈസ്. വിയേരനോട് തരികയാണെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ. വിയേര കിട്ടണം. വിയേരെ നോക്കി നോക്കാം. 3 വട്ടം നേരത്തെ പോലെ തന്നെ 900 ക്യാൻസൽ, 900 വിയേര ഇതിൽ കിട്ടണേ. വിയേരെ വാ, വിയേരെ അല്ലടാ അത്. അപ്പോൾ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ ട്രൈ എന്തായാലും അതെ മൂഞ്ചിയടാ. ഇതേത് ഇന്റർ മിലാൻ്റെ പ്ലെയറാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഭാഗ്യം തുണയ്ക്കണം എന്നില്ല. അപ്പോൾ ഇത്ര നാളൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം പാക്ക് ഓപ്പണിങ് ആയിക്കോട്ടെ 3000 കോയിനില്ല, 2800 വട്ടം ഉണ്ടായിരുന്നല്ലോ. മൂപ്പർക്ക് ഒറ്റയടിക്കുമ്പോൾ ബ്ലാക്ക് എടുത്ത് കൊടുത്തന്ന്. അതുപോലെ തന്നെ മറ്റേ ചെങ്ങായിക്ക് ഒരു എപ്പിക്കും 2 എപ്പിക്ക് എടുത്തു. ബ്ലാക്ക് അല്ലായിരുന്നു, 2400 കോയിനായിട്ട് 2 എപ്പിക്ക് എടുത്ത് കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ലെക്ക് വന്നായിരുന്നു. ഇതെന്തായാലും ആദ്യത്തെ 1800 കോയിനിൽ ആകെ ഒരു എപ്പിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇനി വിയേരനോട് എടുത്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് വെറുതെ ഒരു 900 കൊടുത്തു നോക്കാം. ഉള്ളിക്കൊന്നും പോണില്ല, 900 അടിക്കട്ടെ. വിയേര, കമോൺ വിയേര. വീണ്ടും ബേസ് തന്നെയാടാ. ഡെസൈലിന് കിട്ടി, അതൊരു ഹാപ്പി മൂമെൻ്റ് ആണ്. ബട്ട് നമുക്കൊരു എപ്പിക് കൂടെ വേണം, കാരണം നമുക്ക് സബ്സ്ക്രൈബർ നമ്മുടെ ചെങ്ങായി തന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും കിട്ടുക നോക്കി നോക്കാം. സലിയൊക്കെ കിടക്കണേ. 3 ട്രൈ അപ്പോൾ അതിലൊരു എപ്പിക് കിട്ടി. എടാ ഇതാരോ ഞാൻ വെച്ച് പെട്ടെന്ന് ആ ബയർ ലെവർകൂസൻ പ്ലെയറിൻ്റെ പിന്നെ ലാങ്ങ വിചാരിച്ചു. ലാങ് ഇപ്പോൾ ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഇനി വിയേരനെ മാത്രം നമുക്ക് കിട്ടുള്ളൂ. വിയേരനെ വേണം. ഓക്കെ, വിയേര ഇവന്മാരും തൊട്ട് നോക്കുക, വെറുതെ ബാക്കപ്പായിട്ട് തൊടാം. കിട്ടിക്കഴിഞ്ഞാലും ഇനി ഇപ്പോൾ 2 എപ്പിക്കിന് കിട്ടിയിട്ടുണ്ട് കറൻ്റ്ലി. ബട്ട് ഇനി നമുക്ക് ഇതിലൂടെ നമ്മുടെ ദാഹം തീർക്കാനില്ല. ഡയറക്റ്റ് കൊടുത്ത് നോക്കാം 900.
എഗെയിൻ. ഓക്കെ. എടാ ഫീച്ചേർഡ് തോന്നുന്നുണ്ടാ. കളറ് മാറിയ പൊളിക്കില്ലടാ. ഫീച്ചേർഡ് കാർഡാ. ശേ ഇനിയിപ്പോൾ എനിക്ക് തരുമോയെന്നറിയില്ല കേട്ടോ. എന്താവുന്നാവോ. കാരണം ടാസ്ക്കാണ് ഇനി നമുക്ക് കുറച്ച്. ചെങ്ങായിമാരെ കിട്ടിയാൽ മതിയായിരുന്നു. കുറച്ച് ടാസ്ക് എനിക്ക് കിട്ടാൻ. കാരണം ഇനിയുള്ളത് 3000 കോയിനാണ്. അപ്പോൾ 3000 കോയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് വിയേരാണ് ടാർഗറ്റ്. ഒരു എപ്പിക്ക് നമുക്ക് ടാർഗറ്റ് ഉള്ളൂ. അപ്പോൾ അതാണ് ടാസ്ക്. അപ്പോൾ ഇനി നമുക്ക് 30 പ്ലേസിൻ്റെ മുകളിൽ കിട്ടാണ്ട് 31 പ്ലേസ്. അപ്പോൾ അതിലത്തെ ആദ്യത്തെ 9 അതാ പോണു. കിട്ടിയാൽ മതിയായിരുന്നു ഇതിൽ. വീണ്ടും ഗൈസ് വീണ്ടും ഫീച്ചേർഡ് കാർഡ് തന്നെയാണ്. ഒരു രക്ഷയില്ലടാ. വീണ്ടും ഫീച്ചേർഡ് കാർഡാ. കുറച്ച് തേക്കലുണ്ട്. ബട്ട് പുതിയ എപ്പിക്ക് കിട്ടി. അതാണ് ഇതിലൊരു സമാധാനമുള്ള എഡ്ജർ ക്രോസിങ് ഇതുണ്ട്. ബട്ട് വിയേര വേണം. ആളുടെ സ്കോഡ് ഞാൻ നോക്കി. ആളുടെ സ്കോഡിൽ മെയിനായിട്ട് ഇപ്പോഴുള്ളത് ആകെ ആ ഫ്രീ കിട്ടിയ റൈക്കാർഡാണ് DMFൽ കിടക്കുന്നത്. അപ്പോൾ ആൾക്ക് എന്തായാലും ഈ വിയേരനെ വേണം. സോ വിയേരനെ എടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. വിയേരനെ കൂടി കിട്ടിയാൽ മതിയായിരുന്നു. നേതാവേ വിയേരനെ താടാ. നോക്കാൻ ലൈനിലുള്ള എല്ലാവരും കഴിയാറായിട്ടോ. ഈ വട്ടം നമുക്ക് വിയേരനെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഓക്കെ. ബാക്കി 22 പ്ലേസിനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. സോ വിയേരിക്ക് കൊടുക്കാം. വിയേര കമോൺ. വീണ്ടും ബേസാടാ. ബ്രോ വാട്ട് ദ ഫക്ക്. അല്ല ഇത് ഫീച്ചേർഡാ. പക്ഷേ ലിക്സ്ട്രൈക്ക് ബേസ്. ഉനൈസിമോൺ പ്രാവശ്യം പ്ലെയർ ഓഫ് ലീഗിലും വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ട്രൈയും കൂടി പോയിരിക്കുകയാണ്. ഇനി ആകെ ഉള്ളത് 13 ട്രൈ ആയിട്ടാണ് ഗൈസ്. ഓക്കെ കണ്ടോ ഏകദേശം ആ ലൈൻ ഫില്ലവർ ആയിക്കണു. അപ്പോൾ എൻ്റെ അറിവിൽ ടാസ്ക് ആണ്. 1300 കോയിനുള്ളൂ. ബട്ട് 54 പ്ലേസ് ഉണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് പറയാം. കണ്ടോ ഇനി ഈ 4 കൂടി ഉള്ളൂ ഇതിൽ ഫീച്ചേർഡ് പറയാൻ. ബാക്കി എല്ലാവരും നമുക്ക് താഴ്മ്പി തന്നിക്കണ്. ഷടേ ആദ്യം 100ൻ്റെ ട്രൈ കൊടുക്കാം. 100ൻ്റെ 3 കൊടുക്കാം. ഓക്കെ ബേസ് CF തന്നെയാണ്. ഷടാ തേമ്പരത്തിരി കൂടുതലാ. MIR അതാരത് മയ്യർ. എന്തായാലും ഓട്ടെ. വീണ്ടും ഒരു 100 കൂടി കൊടുക്കാം. വീണ്ടും പൈസ. ലാസ്റ്റത്തെ 1000-ലാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ ലാസ്റ്റത്തെ 1000-ൽ എൻ്റെ പ്രതീക്ഷ ഗൈസ്. ഓക്കെ ലാസ്റ്റത്തെ 1000, ലാസ്റ്റത്തെ 900-ൽ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ലാഭം. ഇതിലും ഇല്ല. എടാ ഇതിൽ തരുന്ന പോലെ ഇത് ഞാൻ ഇതിൽ ഒലീസയ്ക്ക് ഇറക്കണ പോലെ ആയിട്ടപ്പോൾ അവസാനം 50 പ്ലേസിൽ ഇറക്കില്ല. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 900-ന് പഠിക്കാനുള്ള ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. വീണ്ടും മൂഞ്ചി. അപ്പോൾ ഇതിന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ്. ഇനി നമുക്ക് ആ 900-ൻ്റെ ട്രൈ. ഓക്കെ അപ്പോൾ 50 പ്ലേസ് ഉണ്ട്. ഇത് വേണ്ടി നമുക്ക് ഒലീസയ്ക്ക് വേണ്ടി കറക്കണ പോലെയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ലാഭം പറയാം. ഓക്കെ പാട്രിക് വിയേറ കം ടു മൈ ഹൗസ്. അല്ല കം ടു മൈ അക്കൗണ്ട്. ഇത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ട് എന്തായാലും വേണം. ഓക്കെ ലാസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എടാ തേമ്പിടാ നാറികള്. ഇല്ലടാ ഗായ്സ് വിയേരനെ തന്നില്ല. ഡിസ്ട്രോയർ വിയേരാണ്. ബട്ട് കിട്ടണമായിരുന്നു. ആളുടെ അക്കൗണ്ടിക്ക് ഇത് വേണ്ടതായിരുന്നു. പക്ഷെ തന്നില്ലടാ. എടാ എന്താടാ നിങ്ങൾ അങ്ങനെ കോണു. ഡെസൈലിനെ കിട്ടി. അത് പുതിയ കാർഡാണ്. ബട്ട് നമുക്ക് ഈ വിയേരനെ കൂടി വേണം. കാരണം വിയേര ഒരു മസ്റ്റ് വാണ്ടഡ് പ്ലെയർ ഫോർ ഹിം എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ എന്തായാലും കിട്ടിയില്ല കൈസ്. എന്തായാലും ഇത്രയും മൂഞ്ചി പറയാം. ഡെസൈലിനെ കിട്ടി. ബട്ട് വിയേരനെ തന്നില്ല. ആണ്ടോ വിയേര മാത്രമായിട്ട് അവിടെ എടുക്കണുണ്ടോ. എന്ത് പറയാനാ. ഞാൻ കാണിച്ചു തരാം ആളുടെ അക്കൗണ്ട്. ആളുടെ അക്കൗണ്ട് ഇതാ സാധനം. ഇതാണ് ആളുടെ. അപ്പോൾ ആൾക്ക് എന്തായാലും ഒരു DMF കാർഡ് വേണം മസ്റ്റായിട്ട്. പിന്നെ ആൾക്ക് ഹെൻഡേഴ്സിനുള്ളത്. പിന്നെ ഇവണ്ട് ബട്ട് എന്നാലും എഫക്റ്റീവ് അല്ല നമ്മളുടെ ആ ഒരു ബെക്കൻ ബോർ. പിന്നെ കുഴപ്പമില്ല. സ്കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയാണ്. ഫോർവേഡ് ഉണ്ട്. DMFൽ വേറെ ഓപ്ഷൻസ് അങ്ങനെ ഇല്ല. ഉണ്ടോ DMFൽ ഓപ്ഷൻ കുറവാണ്. അതുകൊണ്ട് ആൾക്കത് വിയർ കിട്ടിയൊരു ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പോൾ CBയിൽ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവണ്ട് ഡെസൈലി എന്തോ എൻ്റെ പേര് ചെങ്ങായി കൂടി വന്നിട്ടുണ്ട്. നമ്മൾ പിടിച്ച് നമുക്കിപ്പോൾ തൽക്കാലം വില്ലയുടെ ഓരോടെ ഇട്ടിട്ട് ട്രെയിൻ ഇച്ച് നോക്കി നോക്കാം.
ലെവൽ ട്രെയിനിങ് കാണിച്ചു തരാട്ടോ ഉള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ. പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഫോണിലധികം അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കും. അത് ഓൾറെഡി ചെയ്തു. ഓക്കെ, ബൂസ്റ്റർ റാഫ്റ്റിംഗ് കൂടി കൊടുക്കാം. ആൾക്ക് ഹാർഡ് വർക്കിംഗ് കൊടുത്താൽ മതി. ഹാർഡ് വർക്കർ കൊടുക്കാം. ഹാർഡ് വർക്കർ ഓക്കെ, അത് എടുക്കട്ടെ. അപ്പോൾ 107 ആവുന്ന ഒരു സെൻറ്റർ ബാക്കാണ്, ഡിസ്ട്രോയറാണ്. അപ്പോൾ സാധനം കാണിച്ച ഒരാളുടെ സ്റ്റാറ്റ്സ് കണ്ണുള്ളി പോണ സാധനം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, FNGRNS 99, ടാക്ലിങ് 102, അഗ്രഷൻ 100, ഡിഫൻസ് എൻഗേജ്മെൻറ്റ് 97, സ്പീഡ് ആക്സലേഷൻ 88, 99 ഉണ്ട്. എന്താ സാധനം ഇത്? കൊടുവള്ളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. പുള്ളി സാധനസ്റ്റാ. അത് ഞാൻ പറഞ്ഞു, ഇയാൾ ഒരു രക്ഷയില്ലാത്ത മുതലാ. അപ്പോൾ കിടിലൻ കാർഡാന്ന് മനസ്സിലായില്ലേ? എന്തായാലും നിങ്ങൾ എടുത്തു നോക്കി. അത്യാവശ്യം കിടിലൻ കാർഡാണ്. പെറ്റാണിൻ്റെ ഗെയിം പ്ലേ റിവ്യൂവിന് ഇറക്കാം കേട്ടോ. പെറ്റാണി എന്തായാലും ഇറക്കും. ഡെസൈലി ഈസ് എ ഗുഡ് കാർഡ്. അപ്പോൾ നഷ്ടമൊന്നുമില്ല. വിയറുണ്ട്, ഡെസൈലുണ്ട്, ഹെഡ് റോസിങ്, റോബർട്ടോ കഫും ഉണ്ട്. അപ്പോൾ 3 പേരും ടോപ്പ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ എടുത്തു നോക്കി. ഇതാണ് നമ്മളുടെ കാർഡിൻ്റെ ഒരു റിവ്യൂ അറിയുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം നോക്കുകയാണ്, ഫസ്റ്റ് ലുക്ക് റിവ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. അതിന് നമ്മുടെ ബ്രോക്ക് അക്കൗണ്ട് എന്തെങ്കിലും താങ്ക്സ് ഫോർ പാക്ക് ഓപ്പണിംഗ്. വിയറിന് എടുക്കാൻ പറ്റിയില്ല, അടുത്തോട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.